നമസ്കാരം, ടാക്സിലേക്ക് സ്വാഗതം. ലോകകപ്പ് ഏറ്റവും ആവേശത്തോടു കൂടി ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്ന ഒരു ഗ്രൂപ്പിലേക്കാണ് നമ്മൾ ടാക്ടിക്സ് ഇന്ന് പോകുന്നത്. തീർച്ചയായിട്ടും അർജൻറ്റീന ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ജെയിലേക്കാണ് നമ്മുടെ യാത്ര. ഗ്രൂപ്പ് ജെയിലെ ടീമുകളെ ആദ്യം പറയാം. അർജൻറ്റീന, ഓസ്ട്രിയ, അൾജീരിയ, ജോർദാൻ. 4 ടീമുകളും മികച്ച പോരാട്ട വീര്യം കാഴ്ചവെക്കുന്ന ടീമുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിൽ ആവേശകരമായിട്ടുള്ള പോരാട്ടം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എനിക്കിപ്പം ജയ് പൂക്കോട്ടൂരും ഒപ്പം MSK ചേരുകയാണ്. ജയേഷ്, അർജൻറ്റീനയുടെ ഫൈനൽ കണ്ട ആവേശം നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, എങ്കിൽ പോലും ആവേശം തുടരാൻ പോവുകയാണ്. അപ്പോൾ അർജൻറ്റീനയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ആരെന്നാണ് നമ്മൾ കഴിഞ്ഞ തവണ ഫ്രാൻസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഈ ഗ്രൂപ്പിൽ നിന്ന് അർജൻറ്റീന അനായാസം ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ലോകകപ്പ് അവർ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആരാധകരുള്ള ഘട്ടത്തിൽ. പക്ഷേ അതിന് ഓസ്ട്രിയ, അൾജീരിയ, ജോർദാൻ പോലെയുള്ള ടീമുകളുടെ ഒരു വെല്ലുവിളി എങ്ങനെയാണ്? കാരണം ഞാൻ ചോദിക്കാൻ കാര്യം, കപ്പ് ഫേവറേറ്റുകളെ എത്തി കഴിഞ്ഞ ലോകകപ്പിൽ ആദ്യ മത്സരം തന്നെ ഞെട്ടിക്കുന്ന തോൽവി വാങ്ങിച്ച ഒരു രാജ്യമാണ്. അതിനുശേഷം അവർ ചാമ്പ്യന്മാരായി. അപ്പോൾ ഈ തവണത്തെ സാധ്യതകളിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണ കളിച്ചിട്ടുള്ള ടീമിലെ ഏതാണ്ട് അതിൻ്റെ സ്കെൽട്ടൺ തന്നെയാണ് ഈ ടീമും. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? 26 സ്ക്വാഡിൽ 17 പേരും കഴിഞ്ഞ വേൾഡ് കപ്പ് കളിച്ച താരങ്ങൾ തന്നെയാണ്. മാത്രമല്ല ഇത്തവണ എല്ലാവരും പറയുന്ന പോലെ തന്നെ കുറേ കൂടി റിലാക്സ്ഡ് ആയിട്ടാണ് അർജൻറ്റീന കളിക്കാൻ പോകുന്നത്. അർജൻറ്റീനയും ഇപ്പോൾ ഒരു പക്ഷേ ഗ്രൂപ്പ് റൗണ്ടിൽ പുറത്തായാൽ പോലും വലിയ രീതിയിലുള്ള പരാജയ പരിഭവങ്ങളോ ആർക്കും ഉണ്ടാവില്ല. മറ്റേ അർജൻറ്റീന ഏറെ നാളായി. അർജൻറ്റീന എന്ന് പറയുമ്പോൾ തന്നെ വലിയ കുറേ ട്രോളുകളും മറ്റ് വിവാദങ്ങളും കരച്ചിലും ഇതൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകുന്നൊരു സംഘമായിരുന്നല്ലോ. പക്ഷേ ഇത്തവണ അത്തരത്തിലൊന്നൊരിതില്ല. വളരെ റിലാക്സ്. ഫാൻസ് ആയാലും ഒരു പരിധിവരെ പ്ലേയേഴ്സ് ആണെങ്കിലും പ്ലേയേഴ്സ് എന്താ പറയുക, ഇതിൻ്റെ ഒരു സീരിയസ്നെസ് ഉറപ്പായിട്ടുണ്ടാവും. പക്ഷേ ഫാൻസ് കുറേ കൂടി വളരെ ഫ്രീ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് അർജൻറ്റീനയുടെ മത്സരം കാണാൻ പോകുന്നു. അതിൽ ഒന്ന് ലോകകപ്പ് എടുത്തു എന്ന് മാത്രമല്ല, നല്ല സ്ക്വാഡാണ്. അവർ സന്തുലിതമായൊരു ടീം തന്നെയാണ്. ഈ ടീമിൽ വളരെയധികം വിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ കോച്ചിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഷംസിനെ പറഞ്ഞ പോലെ തന്നെ സ്കലോണിയെ പറഞ്ഞുകൊണ്ട് തന്നെ തോന്നുന്നു. അദ്ദേഹം 2018 ചാർജ് എടുക്കുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ശൈലിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. ഈ ചെറിയ നമുക്കറിയാം, അർജൻറ്റീന എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങളായിട്ട് കുറേ വാസുകളുമായിട്ട് വല നെയ്ത് കളിക്കുന്ന ഒരു കൈൻഡ് ഓഫ് മാച്ച് കളിക്കുന്ന ടീമാണ് ആൽബി സെലസ്റ്റകൾ. അതിൽ റെക്കോർഡ് പാസ് ചെയ്തിട്ട് 26 ഗോളടിച്ച ചരിത്രം വരെ അർജൻറ്റീനയൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം മാറി കുറേ കൂടി പ്രസ്സിങ് ഗെയിമാണ് സ്കലോണി ചെയ്തിട്ടുള്ള സ്കലോണിയുടെ സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെതിരെ തുടക്കത്തിൽ വലിയ വിമർശനം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം കിരീടങ്ങൾ കൊണ്ട്, മുൻപില്ലാത്ത വിധം കിരീടങ്ങൾ കൊണ്ടാണ് ആ ടീമിനെ അലങ്കരിച്ചത്, വിമർശകരെയൊക്കെ മണിയടിച്ചത്. ഇപ്പോൾ സ്കലോണിക്കെതിരെ ആർക്കും ഒന്നും പറയാനുള്ള വോയിസ് ഇല്ല, അതിന് അദ്ദേഹം കൊടുത്തില്ല. അത്രമാത്രം പ്രൊളിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതൊരു ലെഗസി എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം 42-43 വയസ്സായിട്ടുള്ളൂ. കാലയളവിൽ അദ്ദേഹം ഉണ്ടാക്കിയ നേട്ടങ്ങളൊക്കെ 2021-ലും 24-ലും ഒരു കോപ്പ, 22-ലൊരു ഫൈനലിസിമ, 22-ൽ തന്നെ ഒരു ലോകകപ്പ്. അതായത് ഒരു കാലത്തും കിട്ടില്ല എന്ന് ചിലരെങ്കിലും ആശങ്കപ്പെട്ടിരുന്നൊരു സാധനമാണ് അദ്ദേഹം ഒരു ഗംഭീരമായ ടീം വർക്കിലൂടെ ഒറ്റ സ്ട്രെച്ചിൽ കൊടുത്തത്. എല്ലാം ഈ ഒരു ഒറ്റ കാലയളവിൽ ഇങ്ങനെ എല്ലാം കൃത്യമായിട്ട് എടുക്കുക എന്ന് പറയുന്നത് ഓരോന്നോരോന്ന്. ഇനി ഏതാണ് ഉള്ളത്? ഒരു കോപ്പ എടുത്തു, ഇനി എന്താ അടുത്തത്? യൂറോപ്പിൽ ഒരു ഫൈനലിസിമ വാങ്ങണം. ആ ഫൈനലിസിമ യൂറോപ്യൻ ചാമ്പ്യൻസിനെ തോൽപ്പിച്ചുകൊണ്ട് എടുക്കുന്നു. പിന്നെ ഏറ്റവും അൾട്ടിമേറ്റ് ആയൊരു സാധനം വരുന്നു, വേൾഡ് കപ്പ് എടുക്കുന്നു. അപ്പോൾ കംപ്ലീറ്റ് ആണ്. അതായത് നേരത്തെ നമ്മുടെ ആദ്യത്തെ ഡിസ്കഷനിൽ അനുബന്ധം പറഞ്ഞിരുന്നു, വേൾഡ് കപ്പാണോ ഒരു പ്ലെയറെ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷേ മെസ്സിയുടെ കരിയറിന് ഉറപ്പായിട്ടും വേൾഡ് കപ്പിൽ ഒരു അലങ്കാരത്തിനൊരു വേൾഡ് കപ്പ് അദ്ദേഹത്തിന് വേണമായിരുന്നു. അത് അദ്ദേഹത്തിന് വേൾഡ് കപ്പ് പൂർത്തിയാവില്ലായിരുന്നു. അത് അദ്ദേഹത്തിന് നേടിക്കൊടുത്തു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു കാര്യം തന്നെയാണ്. പതിവ് പോലെ ലയണൽ മെസ്സിയെ ചുറ്റിപ്പറ്റി തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അദ്ദേഹം സ്കലോണി തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മെസ്സിക്ക് ശേഷമുള്ള ടീമിനെയും ഞാൻ കൃത്യമായിട്ട് വാർത്തെടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നിക്കോപാസ് അടക്കമുള്ള താരങ്ങൾ അതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. അത് അദ്ദേഹത്തെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഈ വേൾഡ് കപ്പിലും മെസ്സി തന്നെയാണ് സെൻറ്റർ. ഇപ്പോൾ പല അർജൻറ്റീനിയൻ പ്ലേയേഴ്സിനും ഇഞ്ചുറി അടക്കമുള്ള, മെസ്സിക്ക് ഉൾപ്പെടെ ഇഞ്ചുറി അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ 2 ദിവസമായിട്ട് ടീമിൻ്റെ കൂടെയല്ല, ഒറ്റയ്ക്കാണ് അദ്ദേഹം ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ഇഞ്ചുറിയിൽ നിന്ന് റിക്കവറായി. സ്വാഭാവികമായിട്ടും ഉറപ്പായിട്ടും അദ്ദേഹം ഫസ്റ്റ് മാച്ചിന് തന്നെ അവൈലബിൾ ആകും. ലയണൽ മെസ്സി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം കളിക്കുമ്പോൾ അതൊരു ഒരു വികാരമാണ് അർജൻറ്റീനയ്ക്ക്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എല്ലാം സമർപ്പിക്കും, പ്ലെയേഴ്സ് ആണെങ്കിലും ആരാധകരായാലും. തീർച്ചയായിട്ടും മെസ്സിയെ ചുറ്റിപ്പറ്റി ഒരു ഇത് വരുന്നു. ഒരിക്കൽ കൂടി വേൾഡ് കപ്പ് നേടാൻ കഴിഞ്ഞാൽ അതൊരു അതായത് 90-ൽ അതിനപ്പുറത്തേക്കൊന്നുമില്ല. 90-ൽ മറഡോണയ്ക്ക് കഴിയാതെ പോയത് മെസ്സി അടുത്ത ഈ വർഷം സാധ്യമാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എങ്ങനെയാണ് ഈ തീർച്ചയായിട്ടും ഈ ടൂർണമെന്റിൽ ഒരുപക്ഷെ ഈ
മറ്റു ടീമുകളൊക്കെ നോക്കുമ്പോൾ അത്ര വലിയ പ്രൊഫൈലായിട്ടുള്ള ടീമുകളൊന്നുമല്ല. ജോർദാനൊക്കെ ആദ്യമായിട്ട് ലോകകപ്പ് കളിക്കുന്ന ഈ ടീമാണ്. കപിലിന്റെ ജഗത്താന്മാർ എന്ന് പറഞ്ഞതുപോലെ മെസ്സിയുടെ എന്തെങ്കിലും വിശേഷമുണ്ടോ? മെസ്സിയുടെ പോരാളികളെന്നോ അങ്ങനെ മെസ്സിക്ക് ഇനി അങ്ങനെ ഒരു വിശേഷണത്തിന്റെ ആവശ്യമില്ല. കാരണം ഓൾറെഡി നമുക്കറിയാം, ഇത് നേരത്തെ മുമ്പൊരു ടാക്ടിക്സിൽ ജയേഷു എന്ന് പറഞ്ഞാണോ അല്ലെങ്കിൽ ആരിസ് പറഞ്ഞാണോ എനിക്ക് ഓർമ്മയില്ല. അതായത് RCB ടീമിനെ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറഞ്ഞിരുന്നു. അതായത് അത് കറക്റ്റ് അതാണ്. കാരണം RCB 18 കൊല്ലമായിട്ട് കപ്പടിക്കാതെ നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അവർ കപ്പടിച്ചപ്പോൾ തുടർച്ചയായി രണ്ടാമത്തെ പ്രാവശ്യവും കപ്പടിച്ചു. അതിനു മുമ്പ് RCBയുടെ വിമൻസ് ടീം കൂടി കപ്പടിച്ചിരുന്നു. അപ്പോൾ ഇത് അർജന്റീനയിലേക്ക് വരികയാണെങ്കിൽ അർജന്റീന എല്ലാ കാലത്തും, അതായത് കഴിഞ്ഞ ലോകകപ്പിന് തൊട്ട് മുമ്പ് വരെ കേട്ടിരുന്ന ഏറ്റവും വലിയ വിമർശനങ്ങളിൽ ഒന്നായിരുന്നു കേബിൾ TV വന്നതിന് ശേഷം അവർ കപ്പടിച്ചിട്ടേ ഇല്ല എന്നുള്ളത്. അതെ. അവർ കേബിൾ TV കഴിഞ്ഞ ഇതോടുകൂടി കോപ്പ നേടുന്നു, ഇത് ഈ ലോകകപ്പ് നേടുന്നു. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുണ്ട്, LCD ടിവിയിലുണ്ട്. ഈ റീലിന്റെ കാലത്ത് കിരീടമുണ്ടോ എന്നായിരിക്കും അടുത്ത ചോദ്യം. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ആ ഒരു ലൈനിൽ പിന്നെ അർജന്റീന തീർച്ചയായിട്ടും കപ്പടിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ടീമുകൾ ഒന്നായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ ഈ പ്രാവശ്യം നോക്കുമ്പോൾ അവരുടെ ഏതാണ്ട് ഈ ഫൈനലിലേക്ക് എത്താനുള്ള അല്ലെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് എത്താനുള്ള വഴികളും ഏതാണ്ട് ഒരു സുഗമമായിട്ട് തന്നെ പോകുന്നു എന്നുള്ളൊരു ഫീലാണ് എനിക്കുള്ളത്. അതായത് മറ്റ് ഗ്രൂപ്പുകളെ പോലെ ഇതൊരു മരണ ഗ്രൂപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല. അർജന്റീനയ്ക്ക് ഒരുപാട് നാളിന് ശേഷമാണ് കുറെ കൂടി ഈസി ആയിട്ടുള്ള അർജന്റീനയ്ക്ക് ഘട്ടം മുതലേ കഠിനമായ പ്ലേസ് ഉണ്ടാവും. അതിൽ നിന്ന് കയറി വരാനായിരിക്കും അർജന്റീനയ്ക്ക് വലിയ കഴിഞ്ഞ പ്രാവശ്യം വേൾഡ് കപ്പിൽ നമ്മൾ ഈ ലാസ്റ്റ് മാച്ച് പറഞ്ഞ പോലെ RCB കൊണ്ട് പറഞ്ഞ പോലെ തന്നെ കാൽക്കുലേറ്റർ വെച്ചിട്ട് നമ്മൾ പോയിന്റും കാര്യങ്ങളൊക്കെ കൂട്ടി നോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ടായിരുന്നു. കുറെ കൂടി ഈസി ആയിട്ടാണ്, കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഗ്രൂപ്പാണ് ഇതെന്ന് തോന്നുന്നു. അത് കുറച്ചുകൂടി പിന്നെ എങ്കിൽ കൂടിയും ചില ടീമുകൾ നോക്കുമ്പോൾ നമ്മൾ ഈ ജോർദാൻ്റെ ടീമിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് നോക്കിയിരുന്നു. അതിൽ പിന്നെ അവരുടെ ഒരു ആദ്യത്തെ ലോകകപ്പാണ് എങ്കിൽ കൂടിയും പിന്നെ അവരുടെ ഒരു കൗണ്ടർ അറ്റാക്കും മറ്റുമൊക്കെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അവർക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലെയർ അവരുടെ കൂടെ ഇല്ല എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം. നൈമാത്ത് എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്. അതായത് അവർ പിന്നെ ഏഷ്യൻ ഗെയിംസിലും അതുപോലെ തന്നെ മറ്റ് ഇതിലൊക്കെ അവർ ഫൈനലിൽ എത്തിയൊരു സമയം ഉണ്ടായിരുന്നു. ഏഷ്യൻ ഗെയിംസിലും അറബ് കപ്പിലൊക്കെ ഫൈനലിൽ എത്തിയൊരു ടീമാണ് ജോർദാൻ. ആ സമയത്ത് അവരുടെ ഗോൾ അടിച്ചു കൂട്ടിയിരുന്ന യസൻ അൽ നൈമാത്ത് എന്നൊരു താരം, അദ്ദേഹത്തിന് കഴിഞ്ഞ ഡിസംബറിൽ പരിക്ക് വന്ന് അദ്ദേഹം ടീമിന് പുറത്താണ്. ഈസ് നോട്ട് റീപ്ലേസബിൾ എന്നാണ് അവരുടെ കോച്ച് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. അപ്പം വലിയൊരു പ്രധാനപ്പെട്ട താരം ഇല്ലാതെയാണ് ഈ ജോർദാൻ എന്നുള്ള ടീം ഈ ലോകകപ്പിലേക്ക് വരുന്നത്. അതേസമയം തന്നെ അൾജീരിയ എന്നുള്ള ടീം കൂടി ഇതിനകത്തുണ്ട്. അൾജീരിയയുടെ മാച്ചുകളും ഒരുപക്ഷെ പിന്നെ ആളുകൾ ശ്രദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. സിനദൈൻ സിദാന്റെ മകൻ, ഫ്രാൻസിന് ഒരു കാലത്ത് ലോകകപ്പ് നേടിക്കൊടുത്ത സിദാന്റെ മകൻ ഈ ടീമിലുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അൾജീരിയയിലായിരുന്നു സിദാന്റെ വേരുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സിദാന്റെ മകൻ ഫ്രാൻസിന് വേണ്ടി, ഫ്രാൻസിന്റെ സൂപ്പർ ഹീറോ ആയിരുന്നു, അല്ലെങ്കിൽ ഫ്രാൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വീരനായകനായ സിദാന്റെ മകൻ ഈ ടീമിൽ, അൾജീരിയൻ ടീമിൽ കളിക്കുന്നു എന്നുള്ളത് മറ്റൊരു സവിശേഷത. ഒരു ഫുട്ബോൾ ശക്തി തന്നെയാണ് കേട്ടോ, നമ്മൾ മാറ്റി നിർത്താൻ പറ്റില്ല. 5 ലോകകപ്പുകൾ അവർ കളിച്ചിട്ടുണ്ട്. 82 അന്നത്തെ കരുത്തരായിട്ടുള്ള പശ്ചിമ ജർമ്മനി അട്ടിമറിച്ചിട്ടുള്ള ടീമാണ്. അപ്പൊ അത്രയും പാരമ്പര്യം അവർക്ക് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ടീമാണ് മഹ്റസ്. അതായത് അർജന്റീനയ്ക്ക് മെസ്സി എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് അൾജീരിയക്ക് റിയാദ് മഹ്റസ്. അദ്ദേഹം ഒരുപാട് എത്രയോ എക്സ്പീരിയൻസ് ഉണ്ട്. പ്രീമിയർ ലീഗിൽ സിറ്റിക്ക് വേണ്ടി ഒരുപാട് മത്സരങ്ങൾ കളിച്ച പ്ലെയറാണ്. പിന്നീട് അദ്ദേഹം സൗദി ലീഗിലേക്ക് പോയി, പല്ലവലിയിലാണ് കളിക്കുന്നത്. അദ്ദേഹം 44 അസിസ്റ്റും 38 ഗോളുണ്ട്. 113 കളിയിൽ ഏകദേശം 80-ന് മുകളിൽ ഗോൾ കോൺട്രിബ്യൂഷനുള്ള പ്ലെയറാണ് അദ്ദേഹം. റിയാദ് മഹ്റസ് എന്ന് പറയുന്നത് ഓസ്ട്രിയയുമായിട്ടുള്ള മത്സരമായിരിക്കും അൾജീരിയയുടെ സാധ്യത നിർണ്ണയിക്കുക. അതെ. മൊത്തത്തില് ഈ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഈ ഗ്രൂപ്പിൽ അർജന്റീന എന്നുള്ള ടീം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഏറ്റവും കൂടുതൽ ആളുകൾ വാച്ച് ചെയ്യാൻ സാധ്യതയുള്ള, ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുള്ള മാച്ചുകൾ ഈ 3 മാച്ചുകളായിരിക്കും. കാരണം അവിടെ മെസ്സിയെ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ മെസ്സിയുടെ ലാസ്റ്റ് ഡാൻസ് കാണാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഈ മറ്റു ടീമുകൾ എത്ര ദുർബലമാണെങ്കിലും ഈ മത്സരങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ കാണികൾ നിറഞ്ഞ് കവിയുക. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്, അത്രമാത്രം ഫുട്ബോൾ പാരമ്പര്യമുള്ള ടീമുകളാണോ അർജന്റീനയ്ക്ക് ഇപ്പം മത്സരിക്കുന്നത് ഉള്ളത് കൊണ്ട് കൂടി കാണികളുടെ ഒരു ആവേശം വരട്ടെ. ഓസ്ട്രിയയും നമ്മൾ നേരത്തെ നോർവേയുടെ കാര്യം പറഞ്ഞ 28 വർഷങ്ങൾക്ക് ശേഷമാണ് അവരും അവസാനം ലോകകപ്പ് കളിച്ചത് 98-ലാണ്. ഈ ഓസ്ട്രേലിയ നമുക്ക് എഴുതിയെല്ലാം കഴിയില്ല, നല്ല ടീമുണ്ട്. കാരണം റാൽഫ് റാഗ്നിക്കാണ് അവരുടെ പരിശീലകനെന്ന്. അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അടക്കം ഇടക്കാല പരിശീലകനായിട്ടൊക്കെ ജോലി ചെയ്ത ആളാണ്. പ്രസിംഗ് ഗെയിമിന്റെ ആശാനാണ് അദ്ദേഹം. സ്വാഭാവികമായിട്ടും ഓസ്ട്രേലിയ ഫൈറ്റ് കൊടുക്കും അർജന്റീനയ്ക്ക് ഉറപ്പായിട്ടും. പക്ഷെ അർജന്റീന അത് മറികടക്കാനുള്ള പ്ലേയേഴ്സാണ്. അപ്പോൾ പണ്ട് നമ്മൾ സ്ഥിരം പറയുന്നത് മെസ്സിയെ ചുറ്റിപ്പറ്റി എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നിന്ന് മെസ്സി മാറിയാലും മെസ്സിക്ക് ഒരു വിശ്രമം കൊടുത്തു കഴിഞ്ഞാലും അത് പ്രൂവ് ചെയ്യാൻ പാകത്തിലുള്ള പ്ലേയേഴ്സ് അർജന്റീനയ്ക്ക് ഉണ്ട് എന്നുള്ളത് വലിയ പോസിറ്റീവ് തന്നെയാണ്. അത് തന്നെയാണ് സ്കലോണിയുടെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ടീം പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഇപ്പോൾ സെനസിയെയും ബിയോണ്ടിയെയും ഒന്നും ടീമിലെടുത്തില്ല എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു. പക്ഷേ പ്ലേയേഴ്സും ഉണ്ട്. ഇപ്പോൾ ബിയോണ്ടിയെ നമുക്കറിയാം വേണ്ടി പ്രവചിക്കപ്പെടുന്ന ഒരു 11 ഇപ്പം ആരാധകരുടെ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ലിസ്റ്റ് വന്നിട്ടുണ്ടാകും. ഗോൾ കീപ്പറായിട്ട് മാർട്ടിനസ് തന്നെ ഉണ്ടാകും. പ്രതിരോധത്തിൽ മൊളീന, ക്രിസ്റ്റ്യൻ റൊമേറോ, മാർട്ടിനസ്, ടഗ്ലിഫിയാക്കോ.
അവിടെ സാധ്യതയുണ്ട്. ഓട്ടോമെന്റിയാണ് വരാൻ സാധ്യത. അദ്ദേഹം സെനേസിയെ മറികടന്നുകൊണ്ട് ഓട്ടോമെന്റി എടുക്കും. കാരണം അദ്ദേഹം ഓട്ടോമെന്റിൽ വലിയ വിശ്വാസം അർപ്പിക്കുന്നു. ഓട്ടോമെന്റി ഈ സ്കലോണിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സിസ്റ്റം കൊണ്ടുപോകുന്നു. ആ സിസ്റ്റത്തിലേക്ക് അഡോപ്റ്റ് ആയിട്ടുള്ള അദ്ദേഹം ക്ലബിൽ അതിഗംഭീരമായി കളിക്കുന്ന പ്ലേയേഴ്സിനെ അങ്ങ് നിലനിർത്തി കൊണ്ടുപോകണമെന്നൊന്നുമില്ല. അദ്ദേഹത്തിന് സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൽ സ്യൂട്ടാകുന്ന പ്ലേയേഴ്സിനെ പിടിച്ച് അതിലേക്ക് ഇടുന്നു. അപ്പോൾ അത് കൃത്യമായിട്ട് അതിപ്പോൾ ഗ്ലാസ്സിൽ ഒഴിച്ചാലും കുപ്പിയിൽ ഒഴിച്ചാലൊക്കെ ആ വെള്ളം ഒരു ഷേപ്പിൽ അങ്ങ് നിന്നോളും. അത് സ്കലോണിയുടെ ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിന് പറ്റിയ പ്ലേയേഴ്സാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഓട്ടോമെന്റിയെ പ്രതിരോധത്തിൽ ചില വെല്ലുവിളികളും പറയുന്നുണ്ട്. റൊമേറോയുടെ പരിക്ക്, ടഗ്ലിഫിയക്ക് ഫോമില്ലായ്മ, അങ്ങനെയൊക്കെയുള്ള ആശങ്കകൾ ആരാധകർക്കുണ്ട്. അത് കഴിഞ്ഞ ദിവസം നടന്ന സൗഹൃദ മത്സരം കണ്ടു കാണുമല്ലോ. അപ്പോൾ എന്താണ് ആ ഒരു മത്സരം നൽകുന്ന പിക്ചർ എന്താണ്? സൗഹൃദ മത്സരത്തിൽ ഒന്ന്, അർജന്റീന അത്ര നല്ല എതിരാളികൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അത്ര നല്ല എതിരാളികളല്ല അർജന്റീന എടുക്കുന്നില്ല. അപ്പോൾ തൊട്ട് മുമ്പ് മൗറീഷ്യനെയും പിന്നീട് സാംബിയക്കെതിരെയൊക്കെ ആയിരുന്നു അർജന്റീന കളിച്ചത്. പിന്നീട് ഇപ്പോൾ ലാസ്റ്റ് കളിച്ചത് ഹോൺഡ്രാസിനെതിരെ. അതിൽ 2-0 വിജയം വരുന്നു. ലൗതാരോ മാർട്ടിനസും സിമിയോണിയും ഗോളടിക്കുന്നു. അപ്പോൾ അതിൽ ഏറെക്കുറെയൊക്കെ ഇഞ്ചുറി കൺസേൺ ഒരു പരിധിവരെ മറികടന്നിട്ടുണ്ട്. മാത്രമല്ല മെസ്സി കളിച്ചിട്ടില്ല അതിലൊന്നും. മെസ്സിയൊക്കെ സിമിയോണിയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, ഈ ലോകകപ്പ് അഭാവം കൊണ്ട് ശ്രദ്ധിക്കപ്പെടുക എൻജിൽ ഡി മരിയയുടെ അസാന്നിധ്യമായിരിക്കും. അദ്ദേഹം വിരമിച്ചു, ലോകകപ്പ് നേടി വിരമിച്ചു. അതിനുശേഷം ഒരു വിങ്ങർ എന്നുള്ള നിലയിൽ അർജന്റീനയ്ക്ക് വിശ്വസിക്കാൻ കഴിയാവുന്ന, വിങ്ങർ പൊസിഷനിൽ കളിക്കാൻ കഴിയാവുന്ന ഒരു താരം ഉണ്ടായിരുന്നില്ല എന്നൊരു ആശങ്കയുണ്ടായിരുന്നു ആരാധകർക്കടക്കം. അവിടെയൊക്കെ സ്കലോണി കൊണ്ടുവന്നിട്ടുള്ള കണ്ടുപിടുത്തമാണ് ഇദ്ദേഹം, സിമിയോണി. അദ്ദേഹം ആ മത്സരത്തിൽ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങി അദ്ദേഹം പ്രതീക്ഷ കാക്കുന്ന മൂവ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ കൂടി ക്ലിയർ ചെയ്യപ്പെട്ടു കഴിഞ്ഞോ? ശരിക്കും വർക്ക് റേറ്റ് ആണ് സിമിയോണിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം അദ്ദേഹം സ്കലോണി ഹൈ പ്രസിങ്ങിൻ്റെ ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വർക്ക് റേറ്റ് കാര്യമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. 6 അത്ലറ്റിക്കോ പ്ലേയേഴ്സിനെയാണ് അദ്ദേഹം, അത്ലറ്റിക്കോ നമുക്കറിയാം ഭയങ്കര ഈ ഫിസിക്കലി നന്നായിട്ട് കളിക്കുന്ന ടീമാണ്. 6 അത്ലറ്റിക്കോ പ്ലേയേഴ്സ് അദ്ദേഹത്തിൻ്റെ സ്ക്വാഡിൽ കളിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ ഒരു അത്തരം സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ മറികടക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതിന് തക്കപ്പോൾ നേരത്തെ ഡിഫൻസ് അനുപാട്ട് സൂചിപ്പിച്ചപ്പോൾ ടോപ്പിലേക്ക് വരുമ്പോഴപ്പോൾ അവിടെ പാരഡൈസ്, മക്കലിസ്റ്റർ, എൻസോ വരുന്നു. അപ്പോൾ അത്തരത്തിൽ നല്ല ടോപ്പ് ടീം തന്നെയാണ്. അല്ലെങ്കിൽ മക്കലിസ്റ്റർ ഇപ്പോൾ ഈ സീസണിൽ ലിവർപൂളിന് വേണ്ടി അത്ര നല്ല പ്രകടനമല്ല നടത്തിയത്. എൻസോ അത്ര നല്ല പ്രകടനമല്ല ക്ലബ്ബിൽ നടത്തിയത്. പക്ഷെ അവർ രാജ്യത്തേക്ക് വരുമ്പോൾ വേറെ തന്നെ ഒരു എന്താ പറയുക, വേറൊരു ജനുസ് എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു കൈൻഡ് ഓഫ് കളിയാണ് അവർ കളിക്കാറുള്ളത്. മുന്നേറ്റത്തിൽ മെസ്സി, അൽവാരസ്, മാർട്ടിനസ്, അവിടെയൊക്കെ പക്ഷേ നിക്കോപാസിന്റെ സാധ്യത എത്രത്തോളമാണ്? ഏതാണ്ട് മെസ്സിയുടെ അതേ ശൈലിയിൽ കളിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോ കാണുകയായിരുന്നു. മെസ്സി അനുസ്മരിപ്പിക്കുന്ന ഒട്ടേറെ ചലനങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. കൃത്യമായിട്ട് ഡിഫൻഡറുടെ കാലുകൾക്കിടയിലൂടെ അദ്ദേഹം ഗോൾ മുഖത്തേക്ക് പാസ് കൊടുക്കുന്നുണ്ട്. അതായത് മെസ്സി എന്ത് ജഡ്ജി നമുക്കറിയാലോ, 360 വ്യൂവിൽ മെസ്സി സഹതാരങ്ങളെ കാണുന്നു, ഗോൾ അവസരം സൃഷ്ടിക്കുന്നു എന്ന് പറയുന്ന അതേ സാധ്യതകൾ തുറക്കുന്നുണ്ട് നിക്കോ പാസ് എന്ന് പറയുന്നത്. അദ്ദേഹം കോമോലാണ് കളിക്കുന്നത്. അദ്ദേഹം പോയി, പക്ഷേ ഇപ്പൊ റയൽ ആഗ്രഹിക്കുന്നത് തിരിച്ചു കൊണ്ടുവരാൻ. ഫാബ്രിക്കാസാണ് പരിശീലകന്. ഫാബ്രിക്കാസിനോട് ഒരിക്കൽ സ്കലോണി പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്താണോ എങ്ങനെയാണോ നിക്കോപാസിനെ ചെയ്തെടുക്കാൻ ആഗ്രഹിച്ചത് ആ ഒരു ഷേപ്പിലേക്ക് നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് ഫാബ്രിക്കസിനോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നിക്കോപാസ് ജനിച്ചത് സ്പെയിനിലാണ് കേട്ടോ. അങ്ങനെ ഒരു കൗതുകം കൂടി അവിടെയുണ്ട്. പിന്നീട് അദ്ദേഹം അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് കളിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം വിഷൻ, സ്വാതി വിഷനാണ്. മെസ്സിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് വിഷൻ അവിടേക്ക് കൃത്യമായിട്ട് വന്നെത്തിക്കുക എന്നുള്ളതല്ലോ, അതിൽ പെർഫെക്റ്റ് ആണ്. മെസ്സിയുടെ ഒരു പെർഫെക്റ്റ് റീപ്ലേസ്മെന്റ് തന്നെയായിരിക്കും ലെഫ്റ്റ് ഫുട്ടിലാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇതുള്ളത്. മെസ്സിയുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു റീപ്ലേസ്മെന്റ് തന്നെയായിരിക്കും നിക്കോപാസ് എന്ന് പറയുന്നത്. ഒപ്പം ലൗതാരോ ഇപ്പോൾ നല്ല ഫോമിലാണ് അദ്ദേഹം കളിക്കുന്നത്. സിരിയയിലെ ടോപ്പ് സ്കോററാണ്. 17 ഗോളുകളാണ് അദ്ദേഹം അടിച്ചിട്ടുള്ളത് യോഗ്യത റൗണ്ടിൽ ഉൾപ്പെടെ. കഴിഞ്ഞ ദിവസം ഹോൺഡ്രാസിനെതിരെ അടക്കം സൗഹൃദ മത്സരത്തിലും അദ്ദേഹം നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ലൗതാരയും ഗംഭീരം. മാത്രമല്ല ലൗതാരോയ്ക്ക് പഴയ ഹിഗ്വൈനായിട്ടൊക്കെ ആയിരുന്നു പലരും ആദ്യമൊക്കെ അദ്ദേഹത്തെ കമ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ലൗതാരോ ബിഗ് ഗെയിമിലേക്ക് വരുമ്പോൾ നന്നായിട്ട് തിളങ്ങാറുണ്ട്. ഇപ്പോൾ 2024 കോപ്പ അർജന്റീന എടുക്കുന്നതിൽ പ്രധാന കാരണം ലൗതാരോ ആയിരുന്നു. ഫൈനൽ അദ്ദേഹം ഗോളിച്ചിട്ടുണ്ട്. ആ കോപ്പയിലെ ഗോൾഡൻ ബൂട്ട് അദ്ദേഹത്തിനായിരുന്നു. ലൗതാരോ, മെസ്സി പകരം വരുന്നു, നിക്കോപാസ്, മൊത്തത്തിൽ ഹുലിൻ അൽവാരസ് നല്ല സെറ്റാണ്. ഇവരെല്ലാം പരാജയപ്പെട്ടാലും അവിടെ മാർട്ടിനസ് ഉണ്ടാകും ഗോൾ വലയ്ക്ക് മുമ്പിൽ. എന്താണ്? അതെ, തീർച്ചയായിട്ടും ആ ഒരു സെറ്റ് ടീമാണ്. തീർച്ചയായിട്ടും അവർ കപ്പടിക്കാൻ, കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ ഏത് സമയത്തും ദുർഘട ഘട്ടത്തിൽ പോലും, ഇപ്പം ലാസ്റ്റ് അവസാനം നമുക്ക് ആ ഗോളിയുടെ മാർട്ടിനസിന്റെ ആ ഒറ്റ സേവ് കൊണ്ടാണ് അവർ ജയിച്ചത്. അപ്പം ആരൊക്കെ പിന്നെ ഇത് എല്ലാ കവചങ്ങളും ഏതിച്ച് വന്നു കഴിഞ്ഞാലും അവിടെ ലാസ്റ്റ് ഈ പുള്ളിയുണ്ട്, ഗോളിയുണ്ട്. അപ്പം തീർച്ചയായിട്ടും
കപ്പടിക്കാൻ സാധ്യതയുള്ള ഒരു ടീം തന്നെയാണ് അർജന്റീന. നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചുകൂടി ഈസി വേ ഈ അർജന്റീനക്ക് ഈ ലോകകപ്പ് ഇത്തവണ കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ അർജന്റീന അല്ലെങ്കിൽ അർജന്റീന പ്ലസ് വേറെ ആരൊക്കെ ആയിരിക്കും ഇതിലേക്ക് വരാൻ സാധ്യത? അല്ല, നമ്മൾ ആ ജോർദാൻ്റെ കാര്യം പരാമർശിച്ചത് എംഎസ്കെ. ആ 40 വർഷത്തിന് ശേഷം അവർ ആദ്യമായിട്ട് ഈ 40 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അവർ ലോകകപ്പിലേക്ക് വരുന്നത്. അപ്പോൾ 4ാമത്തെ ടീമായിട്ട് ജോർദാൻ അവിടെ നിൽക്കുന്നു. 2024 ഏഷ്യൻ കപ്പിൽ അവർ റണ്ണേഴ്സ് അപ്പായി. അങ്ങനെയാണ് അവരൊരു ശ്രദ്ധയിലേക്ക് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇനി നേരത്തെ പറഞ്ഞതുപോലെ അർജന്റീന എന്തായാലും കയറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രണ്ടാമത്തത് ഓസ്ട്രിയ 2ാം സ്ഥാനക്കാരായിട്ട് കയറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് അവരുടെ ഹൈ പ്രസിംഗ് ഗെയിം അത് വിശദമാക്കിയിട്ടുണ്ട്, ജയ്ഷ് വിശദമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഓസ്ട്രിയ അൾജീരിയ മാച്ചായിരിക്കും അവിടെ നിർണായകമാവുക എന്നുകൂടിയാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് പ്രതീക്ഷ? ഞാനും അതെ, അർജന്റീന ഓസ്ട്രിയ 2ാം സ്ഥാനക്കാരാകുന്നു. പക്ഷേ അൾജീരിയ ഗോൾ സ്കോർ ചെയ്യാൻ കെൽപ്പുള്ള ടീമുകളാണ്. സ്വാഭാവികമായിട്ടും അൾജീരിയ മികച്ച 3ാം സ്ഥാനക്കാരായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അവർക്ക് മുഹമ്മദ് അമോറയുണ്ട്. അദ്ദേഹം വോൾസ്ബർഗിൻ്റെ താരമാണ്. അദ്ദേഹം 10 കളിയിൽ 10 ഗോളുകൾ അടിച്ചിട്ടുണ്ട് യുഗതയിൽ. ഒപ്പം അമോറയും റിയാദ് മഹ്റസും കൂടിയുള്ള ഒരു കോമ്പിനേഷനൊക്കെ അവരുടെ മുന്നേറ്റത്തിൽ ക്രൂഷ്യലായിരിക്കും. മികച്ച 3ാം സ്ഥാനക്കാരിലൊരാളായിട്ട് അൾജീരിയ വരാനുള്ള സാധ്യതയുണ്ട്. ജോർദാൻ എന്തായാലും 4ാം സ്ഥാനത്ത് തന്നെ ആയിരിക്കും ഗ്രൂപ്പിലെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. തീർച്ചയായിട്ടും. അപ്പം അക്കാര്യത്തിൽ മാറ്റങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഗ്രൂപ്പ് ജയെ സംബന്ധിച്ച് പറയുകയാണ് നമ്മൾ കാത്തിരിക്കുന്ന ഫുട്ബോൾ ആരാധകർ മറ്റു ടീമുകളുടെ മികച്ച പ്രകടനങ്ങൾ കൊണ്ടുകൂടി ശക്തമായിട്ടൊരു ടീമാണ്. പക്ഷേ അർജന്റീന നമ്മൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഏതാനും ലോകകപ്പുകൾ അനുഭവിച്ച പോലെ ആദ്യഘട്ടത്തിലെ സമ്മർദ്ദം എന്തായാലും ഇത്തവണ അർജന്റീനയ്ക്കില്ല. മറ്റൊന്ന്, അവർ ലോക ചാമ്പ്യന്മാരാണ് എന്നതുകൊണ്ടുകൂടി തന്നെ ആ സമ്മർദ്ദവും ഒഴിവായിരിക്കുന്നു. പക്ഷേ ആ ആലസ്യമായിരിക്കും അർജന്റീനയ്ക്ക് ഉണ്ടാവുക, അതോ അമിത ആവേശത്തോടു കൂടി അവർ വീണ്ടും ഒരു കപ്പടിക്കാൻ വരുമോ എന്നുള്ളതാണ് ചോദ്യം. ഗ്രൂപ്പ് ജെയുടെ ചിത്രമാണ് നമ്മൾ കണ്ടത്. അടുത്ത ഗ്രൂപ്പുമായി കാണാം അടുത്ത തവണ.